Good morning, my dear students. ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് മെട്രിസസ്. ഇപ്പം കഴിഞ്ഞ രണ്ട് ചാപ്റ്റർ അതിനേക്കാൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല എളുപ്പമാണ്. സെക്കൻഡ് ഇയറിലെ ഏറ്റവും എളുപ്പമുള്ളതെന്ന് തന്നെ പറയാം. നല്ല എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് മെട്രിസസ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെട്രിസസ്. ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ that is a rectangular array of numbers അല്ലെ ഫങ്ഷൻസ്. നമ്പേഴ്സിനെ റെക്റ്റാങ്കുലർ ഫോമിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സോ ഫങ്ഷൻസോ ആവാം. റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരും, അത് റെക്റ്റാങ്കുലർ അറേ ആയിട്ട് വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 5 6 7 4 0. ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്. അപ്പോൾ അത് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബ്രാക്കറ്റും കൂടെ ഇടണം. ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് ഒരു മെട്രിക്സ്. റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ്. ഈ 2 5 6 ഇതിൻ്റെ സ്ഥലത്ത് ഫങ്ഷൻസ് വരാം. സൈൻ എക്സ് വരാം, എക്സ് സ്ക്വയർ പ്ലസ് 1 വരാം, അങ്ങനെയുള്ള ഫങ്ഷൻസും വരാം. ഈ രീതിയിൽ എഴുതുന്ന ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം നോക്കാം, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുക, ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് അറേഞ്ച്മെന്റ്സും ഉണ്ട്. ഉണ്ടോ? ഹൊറിസോണ്ടലായിട്ട് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് നമ്പേഴ്സ് രണ്ടെണ്ണം ഉണ്ട്. 2 5 6 ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്, ലൈൻ ഓഫ് അറേഞ്ച്മെന്റ് ആണ്. അതുപോലെ തന്നെ 7 4 0 അത് മറ്റൊരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് അറേഞ്ച്മെന്റ് ആണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുണ്ട്. 2 7 വെർട്ടിക്കൽ ലൈൻ. അതുപോലെ 5 4 അതൊരു വെർട്ടിക്കൽ ലൈൻ. 6 0. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, വെർട്ടിക്കൽ ലൈൻ ഓഫ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് അറേഞ്ച്മെന്റ്സിനെ നമ്മൾ റോസ് എന്ന് പറയും. റോസ്. 2 5 6 എന്ന് പറയുന്ന ഒരു റോയ. അടുത്ത റോ എന്ന് പറഞ്ഞാൽ 7 4 0. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ട് വരുന്ന അറേഞ്ച്മെന്റിനെ നമ്മൾ കോളം എന്ന് പറയും. കോളംസ്. ഇവിടെ നമ്മൾ നോക്കുക, 2 7 ഒരു കോളം, 5 4 അടുത്ത കോളം, 6 0 അടുത്ത കോളം. അപ്പൊ ഈ മെട്രിക്സിന് 2 റോയും ഉണ്ട്, 3 കോളവും ഉണ്ട്. റോസ് ആൻഡ് കോളംസ്. മെട്രിക്സിന് റോസും ഉണ്ട്, കോളംസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന നമ്പേഴ്സ് അല്ലെ ഫങ്ഷൻസ്, ഇതിനെ നമ്മൾ എലമെന്റ്സ് എന്ന് പറയും. മെട്രിക്സിന്റെ എലമെന്റ്സ് 2 5 6 7 4 0 ഇതെല്ലാം ഈ മെട്രിക്സിന്റെ എലമെന്റ്സ് ആണ്. 2 5 6 ഒരുമിച്ച് നമുക്കൊരു ഫസ്റ്റ് റോ എന്ന് പറയാം. 7 4 0 അതിനെ ഒരുമിച്ച് സെക്കൻഡ് റോ എന്ന് പറയാം. 2 7 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളമാണ്, 5 4 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളമാണ്, 6 0 എന്ന് പറഞ്ഞാൽ തേർഡ് കോളമാണ്. അപ്പം ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന റോസും വെർട്ടിക്കൽ ആയിട്ട് വരുന്നത് കോളംസും ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഇത് വെച്ച് ഒരു മെട്രിക്സിന്റെ ഓർഡർ പറയാം. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒരു മെട്രിക്സ് തന്നാൽ അതിന് എത്ര റോ ഉണ്ടെന്ന് നോക്കുക. സപ്പോസ് ഒരു മെട്രിക്സിന് m റോസും n കോളംസും ഉണ്ടെന്ന് വിചാരിക്കുക. റോസിന്റെയും കോളംസിന്റെയും എണ്ണം അറിയാമെങ്കിൽ ആ മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് പറയാം. ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് എന്ന് പറയും. റോസും n കോളംസും ഉള്ള ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് m/n. m × n എന്ന് എഴുതും, വായിക്കുന്നത് റീഡ് ആസ് m/n എന്നാണ് വായിക്കുന്നത്. നമ്മൾ എഴുതുമ്പോൾ m × n എന്നാണ് എഴുതുന്നത്. ശ്രദ്ധിച്ചോണം, പറയുന്നത് ഇനി m/n എന്നാണ്, എഴുതുമ്പോൾ m × n എന്ന് എഴുതിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയ ഈ മെട്രിക്സ് നോക്കുക, എത്ര റോസ് ഉണ്ട് ഇതിന്? 2 റോസ്. 2 റോസ്. എത്ര കോളംസ് ഉണ്ട്? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 കോളം. 2/3 മെട്രിക്സ്. ഇതൊരു 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ കോർണറിൽ ഇവിടെ ഈ മെട്രിക്സിന്റെ ഓർഡറിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. 2/3 ആ റൈറ്റ് കോർണറിൽ അതിന്റെ ഓർഡർ എഴുതാം. അപ്പൊ ഇങ്ങനെ മെട്രിക്സ് എന്ന് റോ, ഈ 2 എന്ന് പറയുന്ന റോയാ, ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നതാണ് റോയ. 3 എന്ന് പറയുന്ന കോളം, വെർട്ടിക്കൽ ആയിട്ട് വരുന്നതാണ് കോളം. 2/3 മെട്രിക്സ് ആണ് ഇത്. അപ്പൊ m റോസും n കോളംസും ഉണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് m/n ആയിരിക്കും. m × n എന്ന് എഴുതുന്ന m/n എന്ന് വായിക്കും. അപ്പൊ അത് വെച്ച് നമ്മുടെ ഈ എഴുതിയ എക്സാമ്പിൾ 2 5 6 7 4 0 എന്ന ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആണ്. അതിന് 2 റോയും 3 കോളംസും ഉണ്ട്. 2 റോസ് ആൻഡ് 3 കോളംസ്. 2/3 മെട്രിക്സ് ആണ് അത്. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് ഒരു മെട്രിക്സിനെ ജനറൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് എ മെട്രിക്സ്. അതിനായിട്ട് m റോസും ഒരു മെട്രിക്സ് A നമുക്കതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം.
എ ഐ ജെ. എലമെന്റ്സിനെ എ ഐ ജെ എന്ന് എഴുതും. അതിന്റെ ഓർഡർ എം ബൈ എൻ. എം റോസും എൻ കോളംസും. എം റോസും എൻ കോളംസും ഉണ്ട്. എ ഇസ് ഇക്വൽ ടു മെട്രിക്സ് എ ഐ ജെ നമ്മൾ എളുപ്പത്തിൽ അങ്ങ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. എ ഐ ജെ ഇത് വായിക്കുന്ന എ ഇസ് എ മെട്രിക്സ്. മെട്രിക്സ് എലമെന്റ്സ് എ ഐ ജെ. ഓർഡർ എം ബൈ എൻ. ഓർഡർ എം ബൈ എൻ. ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ പോവാണ്. എ ഇസ് ഇക്വൽ ടു ഐ റെപ്രസെന്റ് ചെയ്യുന്ന റോ പൊസിഷനാണ്. ജെ റെപ്രസെന്റ് ചെയ്യുന്ന കോളം പൊസിഷനാണ്. അപ്പൊ ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് ഈ ഐ കംപ്ലീറ്റ് 1 വരും. അപ്പൊ നമുക്ക് എഴുതാം A11. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A11. അടുത്തത് A12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്. അതായത് സെക്കൻഡ് കോളത്തിലായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഐ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ പൊസിഷൻ, ജെ എന്ന് പറയുന്ന കോളം. നമുക്ക് രണ്ടാമത്തേത് 1 വന്നത് ഫസ്റ്റ് കോളത്തിലേക്ക്, ഇങ്ങോട്ട് ഫസ്റ്റ് കോളമാണ്. 2 വന്നപ്പോൾ സെക്കൻഡ് കോളത്തിലേക്ക് വരുന്നത്. ഇനി അടുത്ത A13 ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ്. അങ്ങനെ പോയി നമ്മൾ ജനറൽ ആയിട്ട് ഒരു എലമെന്റ് എഴുതാൻ പോവാണ്. A1J ഫസ്റ്റ് റോയിലെ ജെത്ത് എലമെന്റ്. ജനറൽ ആയിട്ട് അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. A1J എക്സെട്ര. ലാസ്റ്റ് ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെന്റ് നോക്കുക. n കോളംസ് ആവുള്ളത്. m by n മെട്രിക്സ് അല്ലേ? m by n മെട്രിക്സ് ആവുമ്പോൾ n കോളംസ് ആവുള്ളത്. അപ്പോൾ ലാസ്റ്റ് n വരും. A1n. ഇനി സെക്കൻഡ് റോ എഴുതാൻ പോവാം. സെക്കൻഡ് റോ വരുമ്പോൾ ഐയുടെ സ്ഥാനത്ത് 2 വരും. A2 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A21. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് A22. സെക്കൻഡ് റോയിലെ തേർഡ് എലമെന്റ് A23 എക്സെട്ര. ജനറൽ എലമെന്റ് A2J. സെക്കൻഡ് റോയിലെ ജെത്ത് എലമെന്റ് A2J എക്സെട്ര. ലാസ്റ്റ് എലമെന്റ് A2n. പിന്നെ പോയി തേർഡ് റോ എഴുതുമ്പോൾ A31, A32, A33 അങ്ങനെ പോകും. ഇനി ജനറൽ ആയിട്ട് ഒരു റോ എഴുതാൻ പോവാണ്. എക്സെട്ര. ith റോ. ജനറൽ ആയിട്ട് ith റോ എഴുതാൻ പോവാണ്. അപ്പോൾ ith റോയിലെ ഫസ്റ്റ് എലമെന്റ് AI1. ഫസ്റ്റ് എലമെന്റ് AI1. സെക്കൻഡ് എലമെന്റ് AI2. തേർഡ് എലമെന്റ് AI3 എക്സെട്ര. ജനറൽ എലമെന്റ് AIJ. ജനറൽ എലമെന്റ് കാണിക്കാൻ വേണ്ടി ith റോയും jth റോയും കൂടെ എഴുതിയത് എക്സെട്ര. ലാസ്റ്റ് എലമെന്റ് AIN. തീർന്നില്ല. ഇങ്ങനെ എത്ര റോ ഉണ്ട് ഇതിന് നോക്കുക. m റോസ് അല്ലേ? m റോസ്. അപ്പൊ ലാസ്റ്റ് റോ എന്ത് റോയാണ്? അപ്പം എന്ത് റോയിലെ ഫസ്റ്റ് എലമെന്റ് M1, M2, M3 എക്സെട്ര. ജനറൽ എലമെന്റ് AMJ എക്സെട്ര. ലാസ്റ്റ് എലമെന്റ് AMN. ഇതാണ് ജനറൽ ആയിട്ട് ഒരു മെട്രിക്സിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ നിങ്ങൾ നോക്കുക. A23 എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് റോയിലെ തേർഡ് എലമെന്റ്. തേർഡ് എന്ന് പറഞ്ഞാൽ തേർഡ് കോളമായിട്ട് വരും. സെക്കൻഡ് റോയിലെ തേർഡ് എലമെന്റ്. A2J എന്ന് വെച്ചാൽ സെക്കൻഡ് റോയിലെ ജെത്ത് എലമെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കിട്ടിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം അത് ഏത് റോയില് ഏത് കോളത്തിലാണ് വരുന്നതെന്ന് പറയാം. M2 എന്ന് വെച്ചാൽ എന്ത് റോ? ലാസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്. അപ്പൊ ഇത് ഫസ്റ്റ് കാണിക്കുന്ന എപ്പോഴും റോയുടെ പൊസിഷനാണ്. സെക്കൻഡ് കാണിക്കുന്ന എപ്പോഴും കോളത്തിന്റെ. ഇപ്പൊ സെക്കൻഡ് 3 നോക്കുക. ഇത് തേർഡ് കോളം അല്ലേ? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഇത് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിക്കും. ഈ ഇങ്ങനെ ഒരു ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ മെട്രിക്സ് അതിന്റെ ഓർഡർ കൃത്യമായിട്ട് തരും. AIJയുടെ ഒരു ഇക്വേഷൻ തരും. അത് വെച്ചുകൊണ്ട് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിക്കും. അത് പബ്ലിക് എക്സാമിന് ഉൾപ്പെടെ ചോദിക്കാണ്. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഇനി അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് ദ മെട്രിക്സ് A is equal to മെട്രിക്സ് AIJ ഓർഡർ 2/2. 2 റോയും 2 കോളം ഉള്ള ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. AIJ എന്ന് പറഞ്ഞാൽ I+2J the whole square divided by 2. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ എലമെന്റ്സ് എല്ലാം കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് മെട്രിക്സ് ഒന്ന് എഴുതാം. A is equal to AIJ ഓർഡർ 2/2 അല്ലേ? 2 റോയും 2 കോളവും മാത്രമേ ഉള്ളൂ. 2 റോയും 2 കോളവും മാത്രമുള്ള മെട്രിക്സ് ആണ്. അപ്പം A11 ഫസ്റ്റ് റോയിൽ 2 എലമെന്റ്സ് ആണ്. A11ഉം A12. 2 റോയും 2 കോളം. അപ്പൊ 2 എലമെന്റ്സേ ഉള്ളൂ. ഈ സെക്കൻഡ് റോയിലേക്ക് വരിക. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A21, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് A22. എന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ചുമ്മാ നോക്കണം ഇതിന് 2 റോയും 2 കോളും ആണോ. ചിലപ്പോൾ എഴുതി വരുമ്പോൾ തെറ്റിപ്പോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. 2/2 2 റോ ഓക്കെയാണ്. 2/2 അപ്പം 2 കോളും ഓക്കെയാണ്. ഇനി നമ്മൾ AIJയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഈ A കണ്ടുപിടിക്കണം. അതിനായിട്ട് AIJയുടെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. AIJ is equal to I+2J the whole square divided by 2. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പോവാം. അപ്പോൾ ആദ്യം നമ്മൾ A11 കാണാൻ പോകും. A11 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 1,
ജെയുടെ വാല്യൂ 1 അതവിടെ കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 ഇൻറ്റു 1 2 ഇൻറ്റു 1 ഒരുമിച്ച് ഒരു ബ്രാക്കറ്റ് ഇടാം ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 ഇൻറ്റു 1 3 1 പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ 1 പ്ലസ് 3 അല്ല 2 ഇൻറ്റു 1 2 2 ഇൻറ്റു 1 2 1 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ബൈ 2 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3 3യുടെ സ്കോർ എന്ന് പറഞ്ഞാൽ 9 ബൈ 2 അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 9 ബൈ 2 വന്ന് കിട്ടി. ഇനി നമ്മൾ A12 കാണാൻ പോവാം. A12 എന്ന് പറയുന്നത് 1 പ്ലസ് ഐക്ക് മാറ്റമൊന്നുമില്ല 1 പ്ലസ് 2 ഇൻറ്റു ജെയ്ക്ക് മാറ്റമുണ്ട് 2 ആയിട്ട് മാറി ഐ 1ഉം ജെ 2ഉം അപ്പം 1 പ്ലസ് 2 ഇൻറ്റു 2 ദ ഹോൾ സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് 1 പ്ലസ് 2 ഇൻറ്റു 2 4 1 പ്ലസ് 4ൻ്റെ സ്ക്വയർ ബൈ 2 1 പ്ലസ് 4ൻ്റെ സ്ക്വയർ വരുമ്പോൾ 5ൻ്റെ സ്ക്വയർ 25 ബൈ 2 വരും. നമ്മൾ A11ഉം A12ഉം കണ്ടു. ഇനി A21ഉം A22ഉം കൂടെ കാണാനുണ്ട്. A21 എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ 1 അല്ല 2 പ്ലസ് ജെയുടെ വാല്യൂ 1 2 ഇൻറ്റു 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ നോക്കുക ഐയുടെ വാല്യൂ 2 ആയിട്ട് മാറി ജെയുടെ വാല്യൂ 1 2 പ്ലസ് 2 ഇൻറ്റു 1 മാറിപ്പോയൊക്കെ അത് ശ്രദ്ധിച്ചിരിക്കണം. 2 പ്ലസ് 2 ഇൻറ്റു 1 2 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 2 4 4ൻ്റെ സ്ക്വയർ 16 അല്ലേ 2 പ്ലസ് 2 4ൻ്റെ സ്ക്വയർ 16 ബൈ 2 വരുമ്പോൾ 8 വരും. A21 8 വരും. A22 വരുമ്പോൾ ഐയും 2 ജെയും 2 പ്ലസ് 2 ഇൻറ്റു 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ബൈ 2 വരും ദാറ്റ് ഈസ് 18. നമുക്ക് എല്ലാ എലമെൻസും കിട്ടി. ഇനി നമ്മൾ ഈ മെട്രിക്സ് എയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. therefore A is equal to A11 കിട്ടി 9 ബൈ 2 A11ൻ്റെ സ്ഥാനത്ത് 9 ബൈ 2 കൊടുക്കുക. A12 അടുത്തത് അത് 25 ബൈ 2 അതിവിടെ ഇല്ല 25 ബൈ 2 അടുത്ത A21 കിട്ടി 8 A22 കിട്ടി 18. ഇങ്ങനെ ചെയ്താൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എളുപ്പമാണ്. ക്ലിയർ ആയല്ലോ? വെറുതെ ആ മെട്രിക്സ് എഴുതുക ഇക്വേഷൻ്റെ അകത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എലമെൻറ്റ്സ് എല്ലാം കണ്ടുപിടിക്കുക. ക്ലിയർ ആയല്ലോ? ഇത് എത്രയും ദിവസം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 3/4 മെട്രിക്സ് AIJ ഓർഡർ 3/4 AIJ കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട് 1/2 ഇൻറ്റു മോഡുലസ് -3i പ്ലസ് ജെ. ഇവിടെ നോക്കാം 3 റോയും 4 കോളവും ഉണ്ട്. 3 റോയും 4 കോളവും. അപ്പോൾ നമ്മൾ A എഴുതിയാൽ A is equal to 3 റോയും 4 കോളവും. അപ്പം A11 A12 A13 A14 4 കോളം ആയതുകൊണ്ട് 4 എലമെൻറ്റ്സ് വരും. A21 A22 A23 A24 ഒരു റോയും കൂടെ ഉണ്ട്. A31 A32 A33 A34 എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ 3 റോ 4 കോളം ഓക്കെയാണ്. ഇനി AIJയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ അത് വെച്ചുകൊണ്ട് ഓരോ വാല്യൂസും കണ്ടുപിടിക്കണം. AIJ is equal to AIJയുടെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു -3i പ്ലസ് ജെ അതുണ്ട് മോഡുലസ്. ഇനി A11 കാണാൻ പോവാം. A11 is equal to ഹാഫ് ഇൻറ്റു മോഡുലസ് -3 ഇൻറ്റു ഐക്ക് പകരം 1 പ്ലസ് ജെയ്ക്ക് പകരം 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു -3 ഇൻറ്റു മോഡുലസ് ആണത് -3 പ്ലസ് 1 -3 പ്ലസ് 1 എന്ന് വെച്ചാൽ -2 -2ൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 2 വരും. ഹാഫ് ഇൻറ്റു 2 വരുമ്പോൾ ആൻസർ 1 വരും. ശ്രദ്ധിച്ചോളാം. മോഡുലസ് എടുക്കുമ്പോൾ മൈനസ് ഒക്കെ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ അപ്പോൾ A11 എന്നുള്ളത് 1 കിട്ടും. ഇനി A12 ഇതേപോലെ തന്നെ ചെയ്യുക. -3 ഇൻറ്റു 1 ഐക്ക് മാറ്റമൊന്നുമില്ല. -3 ഇൻറ്റു 1 അത് ബ്രാക്കറ്റ് ഇട്ടോണേ പ്ലസ് ജെ മാറി 2 വരും ഈക്വൽ ടു ഹാഫ് ഇൻറ്റു -3 പ്ലസ് 2 വരും. -3 പ്ലസ് 2 എന്ന് വെച്ചാൽ -1 -1ൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 1 വരും ബൈ 2 1/2 വരും. അത് മോഡുലസ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആണ്. അത് ശ്രദ്ധിച്ചോ. ഇനി A13 എഴുതുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ -3 ഇൻറ്റു ഇനി -3 ഇൻറ്റു 1 പ്ലസ് 3 വരുമെന്നേ ഉള്ളൂ. അവിടെ മാറ്റം വരുള്ളൂ. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു -3 പ്ലസ് 3 -3 പ്ലസ് 3 0 വരും. അത് 0 ആയിപ്പോഴും. ഇനി A14 എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ഇൻറ്റു ഞാൻ ഇനി അത് -3 ഇൻറ്റു 1 എന്ന് എഴുതുന്നില്ല. നിങ്ങൾ എഴുതുമ്പോൾ മതി -3 പ്ലസ് 4 വരും. -3 പ്ലസ് ജെ മാറി 4 ആകും.
That is minus 3 plus 4 1. 1/2. 1/2. ഇനി A21 സെക്കൻഡ് റോയിലേക്കുള്ള A21 വരുമ്പോൾ ശ്രദ്ധിക്കുക -3 × 2 വരും. ഹാഫ് ഇൻറ്റു -3 × 2 പ്ലസ് J1 ആയി. ഈ ഓരോ റോയുടെ സ്റ്റാർട്ടിങ്ങിൽ J1 ആണ്. That is equal to half into -3 × 2 -6 plus 1. -6 plus 1 എന്ന് പറയുമ്പോൾ -5 വരും. മോഡുലസ് എടുക്കുമ്പോൾ 5 വരും. 5/2. അടുത്ത A22 ഹാഫ് ഇൻറ്റു -3 × 2 പ്ലസ് 2ലേക്ക് വരും. പ്ലസ് 2ലേക്ക് അപ്പോൾ ഹാഫ് ഇൻറ്റു -6 plus 2 വരും. -6 plus 2 എന്ന് വെച്ചാൽ -4. -4ന്റെ മോഡുലസ് എടുക്കുമ്പോൾ 4 വരും. /2 എടുക്കുമ്പോൾ 2 വരും. സ്റ്റെപ്പൊക്കെ എഴുതിക്കോണം. A23 വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ടേമിന് മാറ്റമൊന്നുമില്ല. -6 വരും. പ്ലസ് 2 മാറി 3 വരും. അപ്പം -6 plus 3 -3 മോഡുലസ് എടുക്കുമ്പോൾ 3 വരും. 3/2 വരും. അതുപോലെ തന്നെ A24 എടുക്കുമ്പോഴും ഹാഫ് ഇൻറ്റു -6 plus 4 വരും. -6ന് മാറ്റമില്ല. പ്ലസ് J മാറി 4 ആവും. -6 plus 4 -2 മോഡുലസ് എടുക്കുമ്പോൾ 2 വരും. 2/2 1 വരും. അടുത്ത ഒരു റോയും കൂടെ ഉണ്ട്. A31 എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചോണം -3 × 3 ആവും. I മാറി 3 വരും. പ്ലസ് ഇനി അടുത്ത 1 2 3 4 പോകും. -3 × 3 എന്ന് വെച്ചാൽ -9 plus 1 -8 വരും. -8ന്റെ മോഡുലസ് എടുക്കുമ്പോൾ +8 വരും. 8/2 4 വരും. A32 എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ഇൻറ്റു -9 plus 2 വരും. -9 plus 2 7 വരും. 7/2. A33 എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ഇൻറ്റു -9 plus 3 -9 plus 3 എന്ന് പറഞ്ഞാൽ -6 മോഡുലസ് പ്ലസ് ആകും. /2 എടുക്കുമ്പോൾ അത് 3 ആകും. A34 എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ഇൻറ്റു -9 plus 4 വരും. അത് പറയുമ്പോഴത്തേക്കും -5 മോഡുലസ് എടുക്കുമ്പോൾ 5/2 വരും. അപ്പോൾ എല്ലാം ആയി. therefore A is equal to ഫസ്റ്റ് റോയിൽ A11 1 1/2 0 1/2. സെക്കൻഡ് റോയിൽ 5/2 2 3/2 1. അടുത്ത റോയിൽ 4 7/2 3 5/2. ഇങ്ങനെ ചെയ്താൽ മതി. തന്നേക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് ശ്രദ്ധിച്ച് ഐക്കും ജെയ്ക്കും വാല്യൂ കൊടുക്കുക. മെട്രിക്സ് കറക്റ്റായിട്ട് എഴുതുക. അതിൻ്റെ റോയുടെ ഓർഡർ ശ്രദ്ധിച്ച് എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ടെന്ന് നോക്കി കൃത്യമായിട്ട് അത് എഴുതുക. എന്നിട്ട് നിങ്ങൾ A/Jയുടെ വാല്യൂസ് ഐക്കും ജെയ്ക്കും ഡിഫറൻറ്റ് വാല്യൂസ് കൊടുത്ത് എല്ലാം കണ്ടുപിടിച്ച് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് ചോദിക്കുക. ഓക്കെ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ്. പല ടൈപ്പ് മെട്രിസസ് ഉണ്ട്. അതൊക്കെ ഒന്നാമത്തേത് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ്. മെട്രിക്സിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണേ. ME അല്ല MA ആണ്. MATRIX. ഫ്ലോറിൽ വരുമ്പോൾ CES. MATRICES. MA ആണ്. ME അല്ല. ശ്രദ്ധിച്ചോണം. ടൈപ്സ് ഓഫ് മെട്രിക്സിൽ ആദ്യം കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിന് ഒറ്റ കോളം മാത്രമേ ഉള്ളൂ. ഈ മെട്രിക്സിന് ഒരേ ഒരു കോളമേ ഉള്ളൂ. റോ എത്ര വേണേലും വരാം. മെട്രിക്സ് ഹാവിങ് only one row. ഒറ്റ റോ മാത്രം. 1 റോ. അപ്പോൾ ഒരു റോ അല്ല 1 കോളം. കോളം എന്ന് പറയുമ്പോൾ ഒറ്റ കോളം മാത്രം. അതിന് എത്ര റോ വേണേലും വരാം. അതുകൊണ്ട് റോയുടെ എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. ജനറൽ ആയിട്ട് പറയുമ്പോൾ റോയുടെ എണ്ണം M. എത്ര റോ വേണേലും വരാം. കോളം പക്ഷേ 1. അപ്പം M/1 1/1 ആകാം, 2/1 ആകാം, 3/1 ആകാം. എങ്ങനെ വേണേലും വരാം. കോളം ഒന്നേ കാണുള്ളൂ. അതായത് ഈ രീതിയിൽ വരും. ഇങ്ങനെ 1 3 6. ഇതൊരു കോളം മെട്രിക്സ്. ഇതിന്റെ റോയുടെ എണ്ണം ഓക്കെ 1 2 3 റോ ഒറ്റ കോളം. 3/1 മെട്രിക്സ്. അതുപോലെ x² 2x -3x 0. ഇതും ഒരു കോളം മെട്രിക്സാണ്. ഒറ്റ കോളേ ഉള്ളൂ. റോ പക്ഷേ 4 എണ്ണം ഉണ്ട്. 1 2 3 4 റോ. ഹൊറിസോണ്ടലായിട്ട് വരുന്നതാണ് റോയ്. 4 ഉണ്ട്. വെർട്ടിക്കലായിട്ട് കോളം ഒറ്റേ ഉള്ളൂ. ഇതൊരു 4/1 മെട്രിക്സാണ്. ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് ടൈപ്പ് എന്ന് റോ മെട്രിക്സ്.
റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം കോളം മെട്രിക്സ് പറഞ്ഞ പോലെ തന്നെ ഹാവിങ് ഓൺലി 1 റോ, ഒറ്റ റോ മാത്രമേ കാണുള്ളൂ. അപ്പോൾ റോയുടെ എണ്ണം 1 ആണ്. അപ്പം അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 1 കോളം പക്ഷേ എത്ര വേണേലും വരും, ഒരു റോ മാത്രം. കോളം എത്ര വേണേലും വരും. അപ്പം ജനറലായിട്ട് 1/n എന്ന് എഴുതാം, 1/n മെട്രിക്സ്. അപ്പം കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ കോളം m/1, കോളം രണ്ടാമതല്ലേ വരുന്നത്, അപ്പം m/1. റോ മെട്രിക്സ് വെച്ചാൽ ഒറ്റ റോ മാത്രമേ ഉള്ളൂ, റോ ഫസ്റ്റ് ആണ്. അപ്പോൾ 1/n, ജനറലായിട്ട് 1/n. അതിൻ്റെ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഒരു റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതാം, 1 + i കോംപ്ലക്സ് നമ്പർ, നമ്പേഴ്സോ ഫങ്ഷൻസോ ഒക്കെ വരാമെന്ന് പറഞ്ഞു. 1 + i 3 6. ഇത് നോക്കാം, ഒരു റോയും 3 കോളും 1/3 മെട്രിക്സ് ആയി. വേറെ എഴുതാം 4 7. നോക്കുക, ഒറ്റ റോ 2 കോളം 1/2 മെട്രിക്സ്. അപ്പോൾ ഇതാണ് റോ മെട്രിക്സും കോളം മെട്രിക്സും. ഒരു റോ മാത്രമുള്ള റോ മെട്രിക്സ്, ഒരു കോളം മാത്രമുള്ള കോളം മെട്രിക്സ്. വേറെ ആയല്ലോ. നെക്സ്റ്റ് സ്കെയിലാർ മെട്രിക്സ്, അല്ല സ്കെയിലാർ അല്ല, സ്ക്വയർ മെട്രിക്സ്. മൂന്നാമത്തേത് സ്ക്വയർ മെട്രിക്സ്. അതിന്റെ പേരിൽ തന്നെയുണ്ട്, അത് കാണുമ്പോൾ ഒരു സ്ക്വയർ പോയിട്ട്. അപ്പൊ അതിന്റെ റോയുടെയും കോളത്തിന്റെയും എണ്ണം തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമോ, അറിയാമോ? അപ്പൊ അതിന്റെ റോയുടെ എണ്ണോ കോളത്തിന്റെ എണ്ണോ സെയിം ആയിരിക്കും. കാരണം സ്ക്വയറിന് ലെങ്തും ബ്രെഡ്ത്തും സെയിം എന്നല്ലേ. റോയുടെ എണ്ണോ കോളത്തിന്റെ എണ്ണോ സെയിം ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. If a matrix have same number of rows and columns, then that matrix is said to be a square matrix. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ റോയുടെ എണ്ണോ കോളത്തിന്റെ എണ്ണോ സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ റോയുടെ എണ്ണം m ആണെങ്കിൽ കോളത്തിന്റെ എണ്ണം m ആയിരിക്കണം. നമ്മൾ സാധാരണ അത് പറഞ്ഞ n എന്ന് പറഞ്ഞത്, റോയുടെ എണ്ണം n ഉം കോളത്തിന്റെ എണ്ണം n ഉം ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ n/n മെട്രിക്സ് എന്ന് പറയും. n/n മെട്രിക്സ് അതിന്റെ ഓർഡർ എഴുതുമ്പോൾ n/n അല്ലെ m/m, റോയും കോളവും സെയിം ആയിരിക്കും. ഡിഫറെന്റ് എമ്മും എന്നും കൂടെ പറയണ്ട, ഒരെണ്ണം മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ n/n എന്ന് പറയേണ്ട കാര്യമില്ല. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി, ഓഫ് ഓർഡർ n. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് പറഞ്ഞാൽ മതി. അതിൽ തന്നെ ക്ലിയർ ആണ്, റോയുടെ എണ്ണോ n, കോളത്തിന്റെ എണ്ണോ n. രണ്ടായിട്ട് പറയേണ്ട കാര്യമില്ല. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഓഫ് ഓർഡർ n, അല്ലെ ഓർഡർ 1, അല്ലെ ഓർഡർ 2, അല്ലെ ഓർഡർ 3, അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഓർഡർ 3 എന്ന് വെച്ചാൽ 3 rows and 3 columns, അങ്ങനെ കൊടുത്തിരിക്കുക. അപ്പോൾ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇതുണ്ടോ, 1 4 6 7, ഓർഡർ 2 ആണ്, ഓർഡർ 2 സെക്കൻഡ് ഓർഡർ. ഇനി ഇതൊരു സ്ക്വയർ മെട്രിക്സാണ്, ഓർഡർ 1, ഒരു റോയും ഒരു കോളം മാത്രമേ ഉള്ളൂ, ഓർഡർ 1. അതുപോലെ 3 റോസും 3 കോളംസും ഉള്ള മെട്രിക്സ് എഴുതാം, അതും സ്ക്വയർ മെട്രിക്സാണ്. സെയിം നമ്പർ ഓഫ് റോസും സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് വന്നാൽ അത് സ്ക്വയർ മെട്രിക്സ് ആണ്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ, സ്ക്വയർ മെട്രിക്സിന് ഡയഗണൽ എലമെന്റ്സ് ഉണ്ട്. അതിപ്പോഴല്ല, സ്ക്വയർ മെട്രിക്സിന് ഡയഗണൽ എലമെന്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ a11 ഇതുണ്ടോ, a11 a12 ഒരു 3/3 എഴുതാൻ പോവാം. a13 a21 a22 a23 a31 a32 a33. ഇതൊരു സ്ക്വയർ മെട്രിക്സാ, ഓർഡർ 3, 3 റോയും 3 കോളമുള്ള സ്ക്വയർ മെട്രിക്സാ. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഏതാണെന്ന് നോക്കുക. ഈ ഡയഗണൽ ആയിട്ട് വരുന്നതാണ് ഡയഗണൽ എലമെന്റ്സ്. a11 a1 a22 a33, ഇനി ഉണ്ടെങ്കിൽ a44 a55, അങ്ങനെ വരുന്ന ആ പൊസിഷനിൽ വരുന്ന എലമെന്റ്സ് ആണ് ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റ്സ് നമ്മൾ അതിനെ മെയിൻ ഡയഗണൽ എന്നും പറയും. പിന്നെ ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഈ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡയഗണൽ ഓഫ് ഡയഗണൽ എന്ന് പറയും. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. മെയിൻ ഡയഗണൽ അല്ലെ വെറും ഡയഗണൽ എലമെന്റ്സ് എന്ന് ഈ a11 a22 a33 ആ പൊസിഷനിൽ വരുന്ന എലമെന്റ്സ് ആണ് ഡയഗണൽ എലമെന്റ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ്. നാലാമത്തേത് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഡയഗണൽ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ്, അത് മസ്റ്റ് ആണ്. ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി കംപ്ലീറ്റ് 0 വരും. ഡയഗണൽ എലമെന്റ്സ് ഫുള്ള് 0 വരരുത്, ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കിയെല്ലാം 0 വരണം. 4 0 0 0 3 0 0 0 -2
ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ്സ് ഒഴികെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് അത് ഒഴികെ ബാക്കി കംപ്ലീറ്റ് സീറോ വരണം. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് ഒന്നോ രണ്ടോ സീറോ വന്നാലും കുഴപ്പമില്ല, കംപ്ലീറ്റ് സീറോ ആയി പോകരുത്. കംപ്ലീറ്റ് സീറോ ആയി പോകരുത്. അപ്പൊ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ സീറോ വരാം, പക്ഷെ ഫുൾ എലമെന്റ്സും സീറോ ആകരുത്. അപ്പം ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി കംപ്ലീറ്റ് സീറോ ആയിരിക്കണം, അത് മസ്റ്റാ. അങ്ങനെ വരുന്ന മെട്രിക്സിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി കംപ്ലീറ്റ് സീറോ വേണം. അങ്ങനെയുള്ള മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഇതുപോലെ തന്നെയാണ് അടുത്തത് സ്കെയിലാർ മെട്രിക്സ്. അഞ്ചാമത്തെ സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സും ഇതുപോലെ തന്നെയാണ്, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാം സീറോ ആയിരിക്കണം. അത് മാത്രം പോരാ, ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആയിരിക്കണം. ഇവിടെ ഡയഗണൽ എലമെന്റ് 4 അല്ലേ വന്നിട്ടുണ്ട്, ബാക്കി രണ്ടും 4 വരണം. ഡയഗണൽ എലമെന്റ്സ് കംപ്ലീറ്റ് സെയിം വരണം, ബാക്കി എല്ലാം സീറോ വരണം. ഓൾ ഡയഗണൽ എലമെന്റ്സ് ആർ സെയിം ആൻഡ് ഓൾ അതർ എലമെന്റ്സ് ആർ സീറോസ്. അങ്ങനെ വരുന്നതാണ് ഡയഗണൽ സ്കെയിലാർ മെട്രിക്സ്. എക്സാമ്പിൾ ഇതിപ്പോ -1, അപ്പോൾ ബാക്കി 0 0 0, അടുത്ത -1 വരണം 0 0 0 -1. ഇതൊരു ഡയഗണൽ സ്കെയിലാർ മെട്രിക്സ് ആണ്. സ്കെയിലാർ മെട്രിക്സ് ഡയഗണൽ എലമെന്റ്സ് കംപ്ലീറ്റ് സെയിം, ബാക്കി മുഴുവൻ 0. ഇനി വേണമെങ്കിൽ വേറെ ഇടാം, 7 0 0 7. 2x2 മെട്രിക്സ് ആണ്, ഡയഗണൽ എലമെന്റ്സ് രണ്ടും 7, ബാക്കി ഫുള്ള് 0. സ്കെയിലാർ മെട്രിക്സ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ്. യൂണിറ്റ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെ യൂണിറ്റ് മെട്രിക്സ്. അപ്പൊ അതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, ഈ ഡയഗണലും സ്കെയിലറും ഐഡന്റിറ്റി ഒക്കെ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് കംപ്ലീറ്റ് യൂണിറ്റ് 1 ആയിരിക്കണം, ബാക്കി കംപ്ലീറ്റ് 0. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ സെയിം എന്ന് പറഞ്ഞു, ഇവിടെ സെയിം മാത്രം പോരാ, അത് 1 ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സ് കംപ്ലീറ്റ് 1ഉം ബാക്കി ഫുള്ള് 0. അപ്പൊ അതിനെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സിനെ സാധാരണ IN എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. IN. N മീൻസ് ഓർഡർ, റോയുടെ കോളത്തിന്റെ എണ്ണം. അപ്പൊ നമുക്ക് I1 ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 1 എന്ന് പറയുമ്പോൾ ഒറ്റ എലമെന്റേ ഉള്ളൂ, 1 ഉള്ളൂ, മെട്രിക്സ് 1. ഇനി I2 2x2 മെട്രിക്സ് ആണ്. അപ്പൊ അതില് 1 0 0 1, ഡയഗണൽ എലമെന്റ്സ് രണ്ടും 1 വരും, ബാക്കി മുഴുവൻ 0 വരും. I3 ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3, 1 ബാക്കി രണ്ടും 0 0, അടുത്തത് 1 0 0 0 1. ഇനി I4 എന്ന് പറയുമ്പോൾ 4 റോയും 4 കോളവും വരും. അങ്ങനെ ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഒരു മെട്രിക്സും കൂടെ ഉള്ളൂ, സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയും. സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്, അത് കാര്യമായിട്ടൊന്നുമില്ല, എല്ലാ എലമെന്റ്സും 0 വരുന്ന മെട്രിക്സിനെ നമ്മൾ നൾ മെട്രിക്സ് അല്ലെ സീറോ മെട്രിക്സ് എന്ന് പറയും. അത് നമ്മൾ 0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഡാർക്ക് ചെയ്ത് 0 ഇടും. നൾ മെട്രിക്സ് 0 ഒന്ന് ഡാർക്ക് ചെയ്ത് 0 ഇട്ടാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0 0. അതിന്റെ ഓർഡർ എങ്ങനെ വേണേലും വരാം, കംപ്ലീറ്റ് എലമെന്റ്സ് 0 ആയാൽ മതി. ഓർഡർ എങ്ങനെ വേണേലും വരാം. നമ്മുടെ ആവശ്യം പോലെ 2x2 എടുക്കുമ്പോൾ 0 0 0 0, 2 0, 2 റോയും 2 കോളും ഉള്ള സീറോ മെട്രിക്സ്. അപ്പം നൾ മെട്രിക്സ് അല്ലെ സീറോ മെട്രിക്സ്, കംപ്ലീറ്റ് എലമെന്റ്സും 0 വരുന്ന മെട്രിക്സിനാണ് നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇതിനകത്ത് അടുത്തൊരു ടോപ്പിക്ക് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, അതിൻ്റെ രണ്ടിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഓർഡർ സെയിം ആയിട്ടുള്ള മെട്രിക്സിനെ മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, ഈക്വൽ ആണോ അല്ലെങ്കിൽ നോക്കാൻ പറ്റുള്ളൂ. മെട്രിക്സിൻ്റെ ഓർഡർ എയും ബിയും രണ്ട് മെട്രിക്സ് ഉണ്ട്, എയുടെ ഓർഡർ എന്താണോ അത് തന്നെയായിരിക്കണം ബിയുടെ ഓർഡർ. പിന്നെ ഈക്വൽ ആണെങ്കിൽ എയിലെ എലമെന്റ്സ് കറസ്പോണ്ടിങ് ബിയിലെ എലമെന്റ്സിനോട് ഈക്വൽ ആയിരിക്കണം. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് രണ്ടിടത്തും സെയിം ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ്സിന് രണ്ടിടത്തും സെയിം. അതായത് കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം വരാം, കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം വരാം. അത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x of y and z if these two matrices are equal. Find the values of x of y and z if matrix x plus y 2 5 plus z xy അത് 6 2 5 8 നോട് ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, രണ്ടിന്റെ ഓർഡർ സെയിം ആണ്. ഇത് 2x2 മെട്രിക്സ് ആണ്, ഇത് 2x2 മെട്രിക്സ് ആണ്, ഓർഡർ സെയിം ആണ്. നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. അതായത് x plus y 6 നോട് ഈക്വൽ ആയിരിക്കണം. x plus y equal to 6 ആയിരിക്കും. അതുപോലെ 2 equal to 2 അത് എഴുതേണ്ട കാര്യമില്ല, 2 equal to 2 നമുക്കറിയാം. ഇതൊരു ഇക്വേഷൻ കിട്ടി, x plus y equal to 6. അതുപോലെ 5 plus z equal to 5 plus z കറസ്പോണ്ടിങ് ആയിട്ട് 5 ആണ് വരുന്നത്, അത് 5 ആയിരിക്കും ഇക്വേഷൻ നമ്പർ 2. ഈ x into y കറസ്പോണ്ടിങ് ആയിട്ട് നേരെ വരുന്നത് 8 ആണ്.
ഇതെല്ലാം ഈക്വൽ. ഫസ്റ്റ് എലമെന്റ്സ് ആയ എക്സ് പ്ലസ് വൈയും സിക്സും സെയിമാണ്. സെക്കൻഡ് എലമെന്റ്സ് സെയിം ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 5 പ്ലസ് 6 5നോട് ഈക്വലാണ്. എക്സ് ഇൻറ്റു വൈ 8നോട് ഈക്വലാണ്. ഇത് ഈ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇത് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ പെട്ടെന്ന് ഇസഡ് കിട്ടും. ഫ്രം 2 ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് നമുക്ക് കിട്ടും ഇസഡ് ഈക്വൽ ടു ഈ 5നെ അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. 5 മൈനസ് 5 ഈക്വൽ ടു 0 വരും. ഇനി അടുത്ത എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6ഉം ആൻഡ് എക്സ് വൈ ഈക്വൽ ടു 8ഉം വരണമെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8ഉം കിട്ടണമെങ്കിൽ രണ്ട് നമ്പേഴ്സ് 4ഉം 2 അത് എക്സിന് 4 വൈക്ക് 2 കൊടുക്കാം. തിരിച്ചു കൊടുക്കാം. ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 4 വൈ ഇസ് ഈക്വൽ ടു 2 വരാം. ഓർ തിരിച്ചും വരാം. എക്സ് ഇസ് ഈക്വൽ ടു 2 വൈ ഇസ് ഈക്വൽ ടു 4. ഇതിനെങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻസ് 3 കിട്ടിയാൽ മതി. അത് എന്നിട്ട് സോൾവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി സി ആൻഡ് ഡി. എയും ബി സി ഡി വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഡി രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് തന്നിരിക്കുന്നത്. എ മൈനസ് ബി 2a പ്ലസ് സി 2a മൈനസ് ബി 3c പ്ലസ് ഡി. അത് -1 5 0 13നോട് ഈക്വൽ ആണ്. അപ്പം മെട്രിക്സ് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്നുള്ളത്. അപ്പോൾ നോക്കുക, എ മൈനസ് ബിക്ക് പകരം നമുക്ക് -1 കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1. അടുത്ത 2a പ്ലസ് സി. 2a പ്ലസ് സിയുടെ സ്ഥാനത്ത് 5 വരും. ഈക്വൽ ടു 5. ഇക്വേഷൻ നമ്പർ 2. 2a മൈനസ് ബിയുടെ സ്ഥാനത്ത് 0 വരും. ഇക്വേഷൻ നമ്പർ 3. 3c പ്ലസ് ഡിയുടെ സ്ഥാനത്ത് 13 വരും. ഇക്വേഷൻ നമ്പർ 4. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്തെടുക്കാൻ പോവാം. നോക്കുമ്പോൾ നമുക്ക് എയും ബിയും കൂടെയുള്ള ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട്. 1ഉം 3യും കൂടി ഒരുമിച്ച് എഴുതാം. 3 ആദ്യം കൊണ്ട് എഴുതാം. 2a മൈനസ് ബി ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 1 a മൈനസ് ബി ഈക്വൽ ടു -1. ഇക്വേഷൻ നമ്പർ 1. ഇത് സബ്ട്രാക്ട് ചെയ്താൽ 3യിൽ നിന്ന് 1 അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. കാരണം എയും ബിയുടെ ബി സെയിം ആണ്. ബിയുടെ കോഎഫിഷ്യന്റ് സെയിം ആണ്. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്യാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 മൈനസ് 3ന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. 3 മൈനസ് 1 ഇംപ്ലൈസ് 2a മൈനസ് എ. 2a മൈനസ് എ എന്നുള്ളത് എ വരും. എ പ്ലസ് മൈനസ് ബി മൈനസ് മൈനസ് ബി എന്നാണ്. മൈനസ് ബി മൈനസ് മൈനസ് ബി വരുമ്പോൾ മൈനസ് ബി പ്ലസ് ബി വരും. അത് 0 വരും. ഈക്വൽ ടു 0 മൈനസ് -1 പ്ലസ് 1 വരും. അപ്പോൾ എ ഈക്വൽ ടു 1 വരും. എ ഈക്വൽ ടു 1 കിട്ടും. ഇനി ഈ എയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ കൊടുത്താൽ ബി കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ 1 അല്ലേ. 1 മൈനസ് ബി ഈക്വൽ ടു -1. ബിയെ നമുക്ക് അപ്പുറം -1നെ ഇപ്പുറം കൊണ്ടുവരാം. 1 പ്ലസ് 1 ഈക്വൽ ടു ബി. അതായത് 2 വരും. ബി ഇസ് ഈക്വൽ ടു 2 കിട്ടും. ബിയുടെ വാല്യൂ 2 കിട്ടും. ഇനി എയുടെ വാല്യൂ 2ൽ കൊടുത്താൽ സി കിട്ടും. നമുക്ക് എയും സിയും കൂടെ ഉള്ള ഇക്വേഷനാണ് 2. അതിൻ്റെ അകത്ത് ഇക്വേഷൻ നമ്പർ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എയുടെ വാല്യൂ 1. 2 ഇൻറ്റു എ 1 പ്ലസ് സി ഈക്വൽ ടു 5 ആണ്. അപ്പം 2 പ്ലസ് സി ഈക്വൽ ടു 5 വരും. സി ഈക്വൽ ടു 5 മൈനസ് 2 ഈക്വൽ ടു 3 കിട്ടും. സിയും കിട്ടി. ഇനി ഈ സിയുടെ വാല്യൂ 4ൽ കൊടുത്താൽ മതി. അപ്പം ഡിയും കിട്ടും. സിയുടെ വാല്യൂ 4ൽ കൊടുക്കുമ്പോൾ 4 ഇംപ്ലൈസ് 3 ഇൻറ്റു സിയുടെ വാല്യൂ 3. 3 ഇൻറ്റു 3 പ്ലസ് ഡി ഈക്വൽ ടു 13. അപ്പം 9 പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 13. ഡി ഈസ് ഈക്വൽ ടു 13 മൈനസ് 9 ഈസ് ഈക്വൽ ടു 4. എയും ബി സിയും ഡിയും ഇങ്ങനെ സോൾവ് ചെയ്തെടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. മെട്രിക്സ്, അതിൻ്റെ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന, പിന്നെ പല ടൈപ്പ് മെട്രിക്സ്, പിന്നെ നമ്മൾ ഇക്വാളിറ്റി. ക്ലിയർ ആണല്ലോ? എളുപ്പമുള്ളതാണ്. ഇത് പഠിച്ചോണം. ഇതിൽ നിന്ന് 1 or 2 ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് കിട്ടാൻ സാധ്യതയുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എളുപ്പമാണ്. ഓക്കെ.